ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റിൽ ടെക്നിക്കൽ അനാലിസിസ് നടത്തുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് RSI അഥവാ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. ഇതൊരു മൊമെൻറ്റം ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ RSI എന്നുള്ള ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും അതെങ്ങനെയാണ് നമ്മുടെ ഒരു ട്രേഡിംഗ് ചാർട്ടിൽ പ്ലോട്ട് ചെയ്തുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്നുമുള്ള വിശദമായൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കമൻറ്റിൽ പിൻ ചെയ്യാം, നിങ്ങൾക്കത് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ സാധാരണഗതിയിൽ RSI വാല്യൂ 70 മുകളിൽ പോയാൽ ഓവർ ബോട്ട് സോണാണെന്നും 30 താഴെ പോയാൽ അത് ഓവർ സോൾഡ് സോണാണെന്നും നമ്മൾ പൊതുവെ അനുമാനിക്കാറുണ്ട്. എന്നാൽ ഇത് 80 മേലെ പോയാൽ ഓവർ ബോട്ടും 20 താഴെ പോയാൽ ഓവർ സോൾഡുമായി കാണുന്നവരുമുണ്ട്. അത് ഓരോരുത്തരുടെ ട്രേഡിംഗ് സ്റ്റൈൽ അനുസരിച്ച് അത് മാറാം. എന്നാൽ RSI ഇൻഡിക്കേറ്റർ 100% പെർഫെക്റ്റ് ആണ് എന്ന് ഇതിനർത്ഥമില്ല. അപ്പോൾ ആ ഇൻഡിക്കേറ്ററിൻ്റെ കൂടെ മറ്റ് നമ്മുടെ പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജികളും നമ്മുടേതായിട്ടുള്ള മറ്റ് ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു കോമ്പിനേഷൻ സ്ട്രാറ്റജി ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ട്രേഡ് എടുക്കാൻ നമ്മളെ സഹായിക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള നിഫ്റ്റി കറക്ഷന് ശേഷം ഓവർ സോൾഡ് സോണിലെത്തിയ നല്ല ഫണ്ടമെന്റ്സ് ഉള്ള 6 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. R4Iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ ആദ്യത്തെ സ്റ്റോക്ക് ഏഞ്ചൽ വൺ ആണ്. ഏഞ്ചൽ വൺ ഒരു ഡൈവേഴ്സിഫൈഡ് ഫൈനാൻഷ്യൽ സർവീസസ് കമ്പനിയാണ്. സ്റ്റോക്കുകളിലും അതുപോലെ കമ്മോഡിറ്റി കറൻസിയിലൊക്കെയുള്ള ബ്രോക്കറേജ്, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബ്രോക്കറേജ്, കൂടാതെ മാർജിൻ പ്രൊവൈഡ് ചെയ്യുന്നുള്ള ട്രേഡിംഗ് ഫെസിലിറ്റി ഒരുക്കുക, കൂടാതെ ഡെപ്പോസിറ്ററി സർവീസസ്, അതുകൂടാതെ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ, കൂടാതെ കോർപ്പറേറ്റ് ഏജൻ്റാണ് ഇവർ പല ഇൻഷുറൻസ് കമ്പനികളുടെയും, അതുകൂടാതെ ഒരു നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനി കൂടിയാണിത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന 18,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനിയാണ് ഏഞ്ചൽ വൺ. അപ്പോൾ ഇതിൻ്റെ ഒരു കറണ്ട് പ്രൈസ് ഇപ്പോൾ 2000 ആ ലെവലാണ്, 2087 കറണ്ട് പ്രൈസ്. അപ്പോൾ ഇതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 46% കറക്റ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ സ്റ്റോക്ക് കാണാൻ കഴിയുക. കഴിഞ്ഞ ഒരു വർഷം ഈ സ്റ്റോക്ക് നൽകിയ റിട്ടേൺ 28%. സ്റ്റോക്കിൻ്റെ PE നോക്കുകയാണെങ്കിൽ അത് 15 ഇൻഡസ്ട്രി PE 16.3 ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള ഒരു ലെവലിലാണ് നമുക്ക് ഈ സ്റ്റോക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ROCE 38.7 ROE 43.3 വളരെ മികച്ച ഒരു ROCയും ROEയുമാണ്. ഡെപ്റ്റ് ഇക്വിറ്റി 0.84 ആണ്. ചെറിയ തോതിലുള്ള ഡെപ്റ്റ് ഈ കമ്പനിക്കുണ്ട്, പക്ഷേ അത് ഒരു മാനേജബിൾ ഡെറ്റാണ്. പ്ലഡ്ജഡ് പെർസെൻറ്റേജ് 0 ആണ്. ഇതിൻ്റെ സെയിൽസ് ഗ്രോത്ത് കഴിഞ്ഞ 4 ക്വാർട്ടറിൽ 55.7%, പ്രോഫിറ്റ് ഗ്രോത്ത് 28.8%. നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ RSI ഇപ്പോൾ 30 താഴെ എത്തിയതായിട്ട് കാണാം. 26.55 ആണ് RSI കാണിക്കുന്നത്. അപ്പോൾ 30 താഴെ വരുമ്പോൾ ഈ സ്റ്റോക്കിൽ ഒരു ബൈങ് ഉണ്ടാവാറുണ്ടെന്ന് ഇതിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഇതിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ അടുത്ത സ്റ്റോക്ക് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്, അഥവാ BSE എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഈ ദലാൽ സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇപ്പോൾ NSE പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഈ BSEയും. ഈക്വിറ്റിയിലുള്ള ട്രേഡിങ്, കറൻസി ട്രേഡിങ്, ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ്, അതുപോലെ ഡെറിവേറ്റീവ്, കൂടാതെ മ്യൂച്വൽ ഫണ്ട് എന്നിവയിലുള്ള ഒരു ട്രേഡിംഗ് മാർക്കറ്റ് സൗകര്യം ഒരുക്കുന്ന ആ ഒരു ബിസിനസ്സാണ് BSEയും ചെയ്യുന്നത്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 30,000 കോടിയുണ്ട്. കറണ്ട് പ്രൈസ് ഇപ്പോൾ 2253 ആണ്. അപ്പോൾ അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് 31% വമ്പിച്ച കറക്ഷനിലാണ് ഈ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ റിട്ടേൺ കഴിഞ്ഞ ഒരു വർഷം നൽകിയത് 205 എന്നുള്ള ഒരു മൾട്ടി ബാഗർ റിട്ടേൺ ആണ്. സ്റ്റോക്കിൻ്റെ PE 66.8 ഇൻഡസ്ട്രി PE 60.2 ആണ്. ഇപ്പോഴും ഇത്രയധികം കറക്ഷൻ നടന്നിട്ടും ഈ സ്റ്റോക്കിൻ്റെ PE ഇപ്പോഴും ഇൻഡസ്ട്രി PEയേക്കാൾ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയും. ROCE 20 ROE 15.2 ആണ്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ROCയും ROEയുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഡെറ്റ് ഇക്വിറ്റി 0 ആണ്, പ്ലഡ്ജഡ് പെർസെൻറ്റേജ് 0 ആണ്. ഒരു 0 ഡെറ്റ് കമ്പനിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിൻ്റെ സെയിൽസ് ഗ്രോത്ത് 72%, പ്രോഫിറ്റ് ഗ്രോത്ത് 122% കഴിഞ്ഞ 4 ക്വാർട്ടറിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. RSI 31. ചാർട്ടിൽ ഇതിൻ്റെ RSI കാണുന്നത് 31.08 ആണ്. അപ്പോൾ കഴിഞ്ഞ മാർച്ചിൽ RSI ഏകദേശം 30 എത്തിയപ്പോൾ നല്ലൊരു റാലി ഈ സ്റ്റോക്കിൽ നടന്നതായിട്ട് നമുക്ക് അതിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ കാണാൻ കഴിയും. അപ്പോൾ ഇപ്പോൾ ആ ഒരു 30 ഇതിൻ്റെ RSIയും അടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്ക് ചാർട്ടിൽ കാണാൻ കഴിയും. അടുത്ത സ്റ്റോക്ക് EIH ആണ്, ഈസ്റ്റ് ഇന്ത്യ ഹോട്ടൽസ് ലിമിറ്റഡ് ആണ്. ലക്ഷറി ഹോട്ടൽസ് ബ്രാൻഡായിട്ടുള്ള ഒബറോയ്, ട്രൈഡൻറ്റ്, മെയ്ഡൻസ് തുടങ്ങിയ ബ്രാൻഡ് ഓൺ ചെയ്യുകയും അത് മാനേജ് ചെയ്യുകയും ചെയ്യുന്ന ഈ ഒരു 5 സ്റ്റാർ ഹോട്ടൽ ചെയിൻ ഗ്രൂപ്പാണ്. ഇവർക്ക് ഹോട്ടൽസ് കൂടാതെ ഫ്ലൈറ്റ് കാറ്ററിങ്ങും, എയർപോർട്ട് റെസ്റ്റോറൻറ്റ്സ്, അതുപോലെ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്സ്, കോർപ്പറേറ്റ് എയർ ചാർട്ടേഴ്സ് തുടങ്ങിയ മേഖലയിലും സാന്നിധ്യമുള്ള ഒരു കമ്പനിയാണ് ഈസ്റ്റ് ഇന്ത്യ ഹോട്ടൽസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഈ കമ്പനി. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 24,874 കോടിയാണ്. കറണ്ട് പ്രൈസ് 398 ആണ്. 52 വീക്ക് ഹൈയിൽ നിന്ന് 29% വമ്പിച്ച കറക്ഷനാണ് ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ളത്.
കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺ 82%. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 38.6ഉം ഇൻഡസ്ട്രി PEയും ഏകദേശം അതേപോലെ തന്നെ 38.6ഉമാണ്. അത് ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് നമുക്ക് ഈ സ്റ്റോക്ക് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ROCയും 23.6%, ROE 17.6ആണ്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ROCയും ROEയുമാണ്. ഡെറ്റ് ഇക്വിറ്റി 0.05 ആണ്. പ്ലഡ്ജഡ് പെർസെൻറ്റേജ് 0.0 ആണ്. ഇതും മറ്റൊരു സീറോ ഡെറ്റ് കമ്പനിയാണ് നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ സെയിൽസ് ഗ്രോത്ത് 24.4ഉം പ്രോഫിറ്റ് ഗ്രോത്ത് 77.1ഉമാണ് കഴിഞ്ഞ 4 ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ RSI ഇപ്പോൾ 29.12 എന്ന ഒരു ലെവലിലാണ് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ജൂണിൽ ഇതേപോലെ 30 ടച്ച് ചെയ്തപ്പോൾ ഈ സ്റ്റോക്കിൽ ഒരു റാലി നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 30ലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്റ്റോക്ക് നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അടുത്ത സ്റ്റോക്കായിട്ടുള്ള KEI ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് വയേഴ്സ് ആൻഡ് കേബിൾ നിർമ്മാണ രംഗത്തെ ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ്. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും EHV കേബിൾസ്, HD കേബിൾസ്, LT കേബിൾസ് എന്നിവ സെൽ ചെയ്യുന്ന ഈ കമ്പനി ഈ സെഗ്മെന്റിലെ തന്നെ ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കമ്പനിയാണ്. ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പ് 36,204 കോടിയാണ്. കറണ്ട് പ്രൈസ് 4,012 ആണ്. അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും ഏകദേശം 20% കറക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ഒരു വർഷം ഈ സ്റ്റോക്ക് നൽകിയ റിട്ടേൺ 56%. സ്റ്റോക്കിൻ്റെ PE നോക്കുകയാണെങ്കിൽ 62.3ഉം ഇൻഡസ്ട്രി PE 41.1ഉമാണ്. ROCE ആണെങ്കിൽ 27.2ഉം ROE 20.3ആണ്. ഡെറ്റ് ഇക്വിറ്റി 0.05 ആണ്. അതുപോലെ പ്ലഡ്ജഡ് പെർസെൻറ്റേജ് 0.0 ആണ്. സീറോ ഡെപ്റ്റ് കമ്പനിയാണിത്. സെയിൽസ് ഗ്രോത്ത് കഴിഞ്ഞ 4 ക്വാർട്ടറിൽ 17.2%, പ്രോഫിറ്റ് ഗ്രോത്ത് 21.7%. ഇതിൻ്റെ ചാർട്ടിൽ നമുക്ക് RSI കാണാൻ കഴിയുന്നത് 33.55 എന്നുള്ള ലെവലാണ്. എന്നാൽ അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ചാർട്ടുകൾ നോക്കുകയാണെങ്കിൽ 30 ടച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഈ സ്റ്റോക്കിൽ റാലി നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അടുത്ത സ്റ്റോക്ക് NMDC, അയൺ ഓർ അഥവാ ഇരുമ്പയിര് എക്സ്പ്ലോർ ചെയ്യുകയും അത് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു PSU കമ്പനിയാണ്. അപ്പോൾ അയോൺ ഓർ കൂടാതെ ഡയമണ്ടും സ്പോഞ്ച് അയണും നിർമ്മിക്കുന്ന ഈ കമ്പനി വിൻഡ് പവർ ജനറേഷനിലും അതിൻ്റെ സെയിൽസിലും പ്രവർത്തിക്കുന്ന ഒരു കമ്പനി കൂടിയാണ്. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 67,041 കോടിയാണ്. കറണ്ട് പ്രൈസ് 229 ആണ്. 52 വീക്ക് ഹൈയിൽ നിന്ന് 20% കറക്ഷനിലാണ് ഇപ്പോൾ സ്റ്റോക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ഒരു വർഷം ഈ കമ്പനി നൽകിയുള്ള റിട്ടേൺ 106%. സ്റ്റോക്കിൻ്റെ PE 11.6ഉം ഇൻഡസ്ട്രി PE 23ഉമാണ്. അപ്പോൾ ഇൻഡസ്ട്രി PEയേക്കാളും താഴെയാണ് ഈ സ്റ്റോക്കിൻ്റെ PE എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഡിവിഡൻഡ് ഈൽഡ് 2.89 ആണ്. ഇതാണ് ഈ സ്റ്റോക്കിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട അട്രാക്ഷൻ. നല്ല ഡിവിഡൻഡ് നൽകുന്ന ഒരു സ്റ്റോക്കാണിതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ROCE 31.9ഉം ROE 23.9ഉമാണ്. ഡെറ്റ് ഇക്വിറ്റി 0.13 ആണ്. പ്ലഡ്ജഡ് പെർസെൻറ്റേജ് 0.00 ആണ്. ഇതും മറ്റൊരു ലോ ഡെറ്റ് കമ്പനിയാണ്. അതുപോലെ സെയിൽസ് ഗ്രോത്ത് 20.6%, പ്രോഫിറ്റ് ഗ്രോത്ത് 23.4 ആണ് കഴിഞ്ഞ 4 ക്വാർട്ടറിൽ. ഈ സ്റ്റോക്കിൻ്റെ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ RSI 31.50 എന്ന ലെവലിൽ കാണാൻ കഴിയും. കഴിഞ്ഞ മാർച്ചിൽ ആ 30-ലെത്തിയപ്പോൾ ഈ സ്റ്റോക്കിൽ വമ്പിച്ചൊരു റാലി നമ്മൾ കണ്ടതാണ്. അടുത്ത സ്റ്റോക്ക് US ബേസ്ഡ് ആയിട്ടുള്ള കമ്മിൻസ് ഇന്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ ഇന്ത്യൻ സബ്സിഡിയറിയായ കമ്മിൻസ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. 2.8 ലിറ്റർ മുതൽ 100 ലിറ്റർ വരെയുള്ള കപ്പാസിറ്റിയുള്ള ഡീസലും അതുപോലെ മറ്റ് ആൾട്ടർനേറ്റീവ് ഫ്യൂവൽ എൻജിൻസും കൂടാതെ 3000 കിലോവാട്ട് വരെ കപ്പാസിറ്റിയുള്ള പവർ ജനറേറ്റേഴ്സും നിർമ്മിക്കുന്ന ഈ കമ്പനി കൂടാതെ കമ്പോണൻസും അതുപോലെ മോഡേൺ ടെക്നോളജി രംഗത്തുമുള്ള ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കമ്പനിയാണ്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 98,000 കോടിക്ക് മുകളിലാണ്. കറണ്ട് പ്രൈസ് 3,559 ആണ്. 52 വീക്ക് ഹൈയിൽ നിന്നും 14% കറക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ റിട്ടേൺ ഒരു വർഷം 89%. സ്റ്റോക്കിൻ്റെ PE 60.9ഉം ഇൻഡസ്ട്രി PE 50.7 ആണ്. അപ്പോൾ ഇങ്ങനെ കറക്ഷൻ നടന്നിട്ടും സ്റ്റോക്കിൻ്റെ PE ഇപ്പോഴും ഇൻഡസ്ട്രി PEക്ക് മുകളിലാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഡിവിഡൻഡ് ഈൽഡ് 1.7% ഉള്ള നല്ല ഡിവിഡൻഡ് നൽകുന്ന ഒരു കമ്പനി കൂടിയാണിത്. ROCE 35.2ഉം ROE 28.1 എന്നുള്ള വമ്പിച്ച ROCയും ROEയുമാണ്. ഡെറ്റ് ഇക്വിറ്റി 0.02 ആണ്. പ്ലഡ്ജഡ് പെർസെൻറ്റേജ് 0 ആണ്. ഒരു സീറോ ഡെറ്റ് കമ്പനിയാണ്. സെയിൽസ് ഗ്രോത്ത് 15.7 എന്നാണ് നമുക്ക് കഴിഞ്ഞ 4 ക്വാർട്ടറിൽ കാണാൻ കഴിയുന്നത്. പ്രോഫിറ്റ് ഗ്രോത്ത് 46.6 എന്നുള്ള ഒരു വമ്പിച്ച ഗ്രോത്താണ് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ചാർട്ടിൽ RSI നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 34.93 എന്ന് കാണാൻ കഴിയും. അപ്പോൾ അത് 30-ലേക്ക് എത്തിയിട്ടില്ല. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ അത് 30-ലെത്തിയപ്പോഴാണ് വമ്പിച്ച ഒരു റാലി ഈ സ്റ്റോക്കിൽ ആരംഭിച്ചത്. അതിനുശേഷം അത് പിറകിലോട്ട് നോക്കിയിട്ടില്ല നമുക്ക് അതിൻ്റെ ചാർട്ടിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ ഇവിടെ പരാമർശിച്ചിട്ടുള്ള ഈ ഒരു 6 സ്റ്റോക്കുകൾ അതൊക്കെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണെന്ന് നമുക്ക് അതിൻ്റെ ഡാറ്റകളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ RSI താഴോട്ട് പോയി എന്ന് കരുതിയിട്ട് ആ സ്റ്റോക്കുകളിൽ കണ്ണുമടച്ച് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് ഇതിനർത്ഥമില്ല. RSI പറയുന്നത് ഒരു പാസ്റ്റ് പ്രൈസ് ചേഞ്ചസ് ആണ്. അതായത് അതിൻ്റെ അർത്ഥം ഇത് ഫ്യൂച്ചറിൽ അതേപോലെ സംഭവിക്കുമെന്നുള്ള ഒരു ഗ്യാരണ്ടി അല്ല. അപ്പോൾ ഇതൊരു പ്രൊബാബിലിറ്റി മാത്രമാണ്, സാധ്യത മാത്രമാണ്. അപ്പോൾ മാർക്കറ്റ് സ്ട്രോങ് ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡിലോ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ബിയറിഷ് ട്രെൻഡിലോ ആണെങ്കിൽ ഈ RSI അത്ര യൂസ്ഫുൾ ആവാറില്ല. ചിലപ്പോൾ മാസങ്ങളോളം ഓവർ സോൾഡ് പൊസിഷനിൽ സ്റ്റോക്കുകൾ നിന്നേക്കാം.
ചിലപ്പോൾ മാസങ്ങളോളം ഓവർ ബോട്ട് പൊസിഷനിൽ നിന്നേക്കാം. അപ്പോൾ അത്തരം സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനാവില്ല. അപ്പോൾ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കുക എന്ന് RSI നോക്കിയിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ RSIയുടെ കൂടെ വോളിയം ഇൻഡിക്കേറ്റർ, അതുപോലെ മൂവിങ് ആവറേജ്, അതുപോലെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ, ട്രെൻഡ് ലൈൻസ് തുടങ്ങിയൊക്കെ പ്രയോഗിച്ചുകൊണ്ട് അനലൈസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ട്രേഡ് നമുക്ക് എടുക്കാൻ കഴിയും. അപ്പോൾ ഏതായാലും നിങ്ങളുടേതായ കൂടുതൽ സ്റ്റഡി നടത്തുക. മുകളിൽ പറഞ്ഞിട്ടുള്ള സ്റ്റോക്കുകളിൽ നിങ്ങളുടെ കണ്ടെത്തൽ എന്താണ് എന്നുകൂടി കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.